السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. وأصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانها كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. കഴിഞ്ഞ 79-ാമത്തെ പേജിട്ടാണ് 27-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഫാത്തിറിലെ 27-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 26 വരെയുള്ള ആയത്താണ് നമ്മൾ പഠിച്ചത് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് വിഷയങ്ങൾ പറഞ്ഞു പോയെന്ന് ഓർക്കുന്നുണ്ട്? പിന്നെന്താ 15-ാമത്തെ ആയത്ത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ട്? ഓർത്തു വയ്ക്കേണ്ട ഒരു ആയത്തായതുകൊണ്ടാണ്. എല്ലാ ആയത്തും ഓർത്തു വയ്ക്കേണ്ടതാണ്. എന്നാലും 15-ാമത്തെ ആയത്ത് നമ്മളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആയത്താണ്. അതാണല്ലോ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. അർത്ഥം പറയുന്നു അല്ലേ? യാ അയ്യുഹന്നാസു അന്തുമുൽ ആണല്ലോ അല്ലേ? ആണല്ലോ നമ്മളെല്ലാവരും. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, ഫക്കീറാണ്, ദരിദ്രനാണ്, എല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണെന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയോഗത്തിന്റെ ലക്ഷ്യവും ഒക്കെ പറഞ്ഞിട്ട് താങ്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾക്ക് മുമ്പുള്ളവരെയും കളവാക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്, അതുപോലെ താങ്കളെയും കളവാക്കുന്നു, അത്ര തന്നെ എന്നെല്ലാം പറഞ്ഞവിടെ നിർത്തി. ഇനി അള്ളാഹുവിന്റെ ഉണ്മയെ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അള്ളാഹുവിടെ സമർപ്പിക്കുകയാണ്. അലം തറ ഇപ്പോഴും വരുന്നതല്ലേ? അർത്ഥം പെട്ടെന്ന് പറഞ്ഞാണ് പറഞ്ഞു. എന്താണ് അത്? തറ എന്നുള്ളതിന് അർത്ഥം എന്താ? നീ കണ്ടില്ലേ എന്നല്ലേ അങ്ങനെ പറയുന്നത്. അലം തറ, നീ കണ്ടില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, അൻസല, ഇറക്കുന്നു, മിനസ്സമായി, ആകാശത്ത് നിന്നും, മാഅൻ,
വെള്ളം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കുന്നു. അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. നല്ല സംവിധാനങ്ങൾ ഒരുക്കുന്നു, മഴയെ അതിന്റെ കണക്കനുസരിച്ച് കൊണ്ടുവരുന്നതും അള്ളാഹുവാണ്. എന്നിട്ടോ ഫഅഖ്റജ്നാ ബിഹി അതുകൊണ്ട് പുറത്തു കൊണ്ടുവരിക്കുന്നു അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിക്കുന്നു. ബിഹി ആ വെള്ളം കൊണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് അല്ലെങ്കിൽ മുളപ്പിക്കുന്നു. സമറാത്തിൻ ബിഹി സമറാത്തിൻ എന്താണ്? ഫലവർഗങ്ങൾ. മുഖ്തലിഫൻ അൽവാനുഹ മുഖ്തലിഫൻ വ്യത്യസ്തമായ അൽവാനുഹ അതിന്റെ കളറുകൾ അതിന്റെ ഇനങ്ങൾ എന്നൊക്കെ പറയാം. അൽവാനിന് ലൗന് അൽവാനിന് വെച്ചിട്ട് കളറൊന്നും ഇനങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കളറുകളിൽ ഫലവർഗങ്ങളെ ആ വെള്ളം കൊണ്ട് അള്ളാഹു നാം പുറത്തു കൊണ്ടുവരുന്നു എന്ന് അള്ളാഹു പറയുക. അത് നീ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണാറില്ല നമ്മള്. അള്ളാഹ് ചിന്തിക്കാൻ പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത് പറയുന്നതെങ്കിലും മനുഷ്യരോട് മൊത്തമായിട്ട് പറയുകയാണ്. അതായത് ആയത്തുകളിൽ കാണാം അള്ളാഹു ഒരേ വെള്ളം ഇറക്കിക്കൊണ്ട് വ്യത്യസ്തമായ രുചികളിലും വ്യത്യസ്തമായ കളറുകളിലും ഫലവർഗങ്ങളും അതുപോലെ വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളും എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് കാണുന്നില്ല എന്ന് പല ആയത്തുകളുടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചിന്തിക്കാനും നമുക്ക് കൂടുതൽ പഠിക്കാനുമെല്ലാം ഒരവസരം തന്നുകൊണ്ട് അള്ളാഹു പറയുകയാണ്. അപ്പൊ ആ രീതിയിൽ വ്യത്യസ്തമായ കളറുകളുള്ള വ്യത്യസ്തമായ ഇനങ്ങളിൽപ്പെട്ട സമറാത്തുകളെ ഫലവർഗങ്ങളെ ആ വെള്ളം കൊണ്ട് നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ഒമിനൽ ജിബാലി എന്താണ്? ജബല് ജിബാല് പർവ്വതങ്ങളും. അതുപോലെ പർവ്വതങ്ങളിൽ നിന്നും ജുദദുൻ ആ പർവ്വതങ്ങളിൽ എന്തുണ്ട്? ജുദദുന്റെ വഴികൾ വഴികളുണ്ട്. ബീറുൻ എന്താ ബൈദ്? വെള്ള വെളുത്ത കളറ് ബൈദ്. ബൈദുൻ വെള്ള കളറുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ വെളുത്ത തെളിഞ്ഞ വഴികളും. ഹുമുറുൻ പിന്നെന്താ? ചുമപ്പ് കളറുള്ളത്. മുഖ്തലിഫുൻ അൽവാനുഹ അതിന്റെയും വ്യത്യസ്തമായ കളറുകളുണ്ട്. വഗറാബീബുൻ സൂദ് സൂദ് ഗറാബീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കറുത്ത, അതായത് കാക്കക്കറുപ്പ് എന്ന് പറയില്ലേ, നുറാബ്. അപ്പൊ ഗറാബീബ് സൂദ് അത്രയ്ക്ക് കറുത്ത കാക്കക്കറുപ്പോട് കൂടിയ വഴികൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വഴികളുള്ള വ്യത്യസ്തമായ കളറുകളിലുള്ള വഴികളുള്ള ജിബാലുകളും പർവ്വതങ്ങളും അതെല്ലാം നീ കാണുന്നില്ലേ? അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ് വ്യത്യസ്തമായ കളറുകളുള്ള കറുപ്പും വെളുപ്പും ചുമപ്പുമുള്ള വഴികളുള്ള വ്യത്യസ്തമായ പർവ്വതങ്ങളും അതുപോലെ തന്നെ അള്ളാഹു ആകാശത്ത് നിന്നും വെള്ളത്തെ ഇറക്കി അതുകൊണ്ട് വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത ഇനങ്ങളിലും പെട്ട സമറാത്തുകളെ ഫലവൃക്ഷങ്ങളെ ഫലങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നീ കാണുന്നില്ലേ, കണ്ടില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിന്തിക്കാൻ. ഒരേ വെള്ളം ഇറങ്ങുന്നു. നമുക്കാകെ അറിയാവുന്ന കളർ എന്താ? കുറച്ച് കളറുകളാണ് നമുക്ക് അറിയപ്പെട്ട കളറുള്ളൂ അല്ലേ? പിന്നെല്ലാം നമ്മൾ ഓരോന്നും യോജിപ്പിച്ച് പറയുന്നതാണ് അല്ലേ? രുചിയോ ടേസ്റ്റോ? ടേസ്റ്റ് ഏതൊക്കെ അറിയാം? എരിവും പുളി അറിയാം. നമുക്ക് എരിവും പുളി അറിയാമല്ലോ. കാരണം നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കറി അതിന്റെ അല്ലെ ഉപ്പ്, മധുരം, പുളി, കയ്പ്പ് അല്ലെ? ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ഒന്നിനോട് യോജിപ്പിച്ചാ പറയുന്നത്. ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ്. എന്താ ഓറഞ്ചിന്റെ ടേസ്റ്റ്? നല്ല ആപ്പിള് നല്ല ടേസ്റ്റ് അല്ലെ? ചെറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയുടെ ടേസ്റ്റാ. അങ്ങനെ ഓരോന്നിനും
അതിനോട് യോജിപ്പിച്ച അത്രേ ഉള്ളൂ മനുഷ്യൻ. ഏയിലെത്തിയിട്ട് ഇപ്പോഴും ടേസ്റ്റ് ഏതാണെന്നും പറയാൻ പറ്റിയിട്ടില്ല അല്ലെ. അതാണ് ഒരൊറ്റ വെള്ളം, ഒരു വെള്ളമാണ് ഇറങ്ങുന്നത്, ഒരു കളറുള്ള വെള്ളം ഇറങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ആ മണ്ണിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പക്ഷെ മുഖ്തലിഫുൻ അൽവാനുഹ, അതിന്റെ വ്യത്യസ്തമായ കളറുകളും ഇനങ്ങളും രുചികളും വ്യത്യസ്ത. വേറെ ആയത്തുകളിലൂടെയൊക്കെ അല്ലാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ വ്യത്യസ്തമായ കളറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരേ വെള്ളം ഇറങ്ങിയിട്ടും പുറത്തേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ കളറിലുള്ള ഫ്രൂട്ട്സുകളല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതെല്ലാം അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇത് ചിന്തിക്കാൻ വലിയ ശാസ്ത്രജ്ഞനൊന്നും ആകണ്ട, അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെ നോർമലായിട്ട് ഏത് മനുഷ്യനും ചിന്തിക്കാവുന്ന ചില ചിന്തകൾ അള്ളാഹു ഇട്ട് തരികയാണ്. അപ്പൊ ഒന്ന് ഓദിക്കുക ആ ആയത്ത്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود. ജീവിതമൊക്കെ അറിയാവുന്നതാണല്ലേ. മിനസ്സമായി മാ അൻ എല്ലാം അവിടെ മദ്ദുണ്ട് അല്ലേ, നീട്ടണം. അതുപോലെ തന്നെ അൻസല, അതുപോലെ തന്നെ മുഖ്തലിഫൻ അൽവാനുഹ, അവിടെ വ്യക്തമായിട്ട് തൻവീൻ പറഞ്ഞുകൊണ്ട് തന്നെ മടിക്കേണ്ടോട്ടേക്കും മടിച്ചു. അടുത്തായിട്ട് ചോദിക്കാം. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله غفور عزيز غفور. ഇനിയോ വ്യത്യസ്തമായ ആ ഫലവർഗങ്ങൾ മാത്രമല്ല, ഓ മിനന്നാസി, ആ മനുഷ്യരും, നമ്മളിങ്ങനെ ഇരിക്കുന്ന എല്ലാവരും അല്ലേ. വദ്ദവാബി, എന്താ ദവാബ്? ദാബത്തിലൊക്കെ ഉണ്ടല്ലേ, ദാബത്തിലിറങ്ങി ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മൃഗം എന്ന അർത്ഥത്തില്. ഇവിടെ ജന്തുജാലങ്ങൾ മൊത്തം പറയുന്ന ദവാബ്, അതുപോലെ തന്നെ മനുഷ്യരും, അതുപോലെ ജന്തുജാലങ്ങളും. വൽ അൻആമി, കാലികൾ, അതായത് പശു, ഒട്ടകം, ആട്, അങ്ങനെയുള്ള കാലി സമ്പത്ത് കേട്ടിട്ടില്ലേ, കാലികൾ. അതിനും എന്താണ്? മുഖ്തലിഫുൻ, വ്യത്യസ്തമാണ്. അൽവാനുഹു, അതിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമാണ്. കദാലിക, അപ്രകാരം. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അപ്രകാരം തന്നെ അവരുടെ വ്യത്യസ്തമായ കളറുകളിലുള്ള കാലികളും അതുപോലെ തന്നെ ജന്തുജാലങ്ങളും മനുഷ്യരും. അതിലെന്തുണ്ട്? അലം തറ, നീ കണ്ടില്ലേ, കാണുന്നില്ലേ അല്ലെ? ഒരേ വീട്ടിലുണ്ടാകുന്ന മക്കള് തന്നെ വ്യത്യസ്ത കളറിലാണ് അല്ലെ. ഒരേ വീട്ടിലുണ്ടാകുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ മക്കള് തന്നെ വ്യത്യസ്ത കറുപ്പ്, അതുപോലെ തന്നെ വെളുത്തത്, ഇത്തിരി കൂടി കളർ കൂടി ചുമപ്പ് അല്ലെ. അങ്ങനെ വ്യത്യസ്ത ദേശങ്ങളിലുള്ളവര് ഒരേ ദേശത്ത് ഒരേ സ്ഥലത്ത് തന്നെ അവരുടെയൊക്കെ കളറുകൾ വ്യത്യസ്തമായത് നീ കണ്ടില്ലേ. കദാലിക, അപ്രകാരം തന്നെയാണ്. ഇന്നമാ, തീർച്ചയായും. യഖ്ഷല്ലാഹ, എന്താ ഖശിയത്ത്? ഖുശൂ, ഭയപ്പെടും. ഖുശൂ എന്ന് പറയില്ലേ നമസ്കാരത്തിൽ, ഖുശൂ ഉണ്ടാണോ? യഖ്ഷല്ലാഹ്, അള്ളാഹുവിനെ. യഖ്ഷല്ലാഹ അൻത, യഖ്ഷല്ലാഹു എന്ന് വെച്ചിട്ടുണ്ട് എന്തായിപ്പോ? അള്ളാഹു ഭയപ്പെടുന്ന, ഉലമാക്കളെ ഭയപ്പെടുന്നു എന്ന് ആയിപ്പോവും. അപ്പൊ യഖ്ഷല്ലാഹയാണ്. അള്ളാഹുവിനെ, തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ്. ആരാണ്? മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്നും. അൽ ഉലമാ, ആരാണ്? ഉലമാക്കൾ, അറിവുള്ളവർ, ആലിമീങ്ങൾ.
ഒറിജിനൽ ആലിമീങ്ങൾ കേട്ടാ, ഒറിജിനൽ ആലിമീങ്ങളായ, അതായത് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥം കൃത്യമായിട്ട് പഠിക്കുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമായിട്ട് യോജിപ്പിച്ച് അങ്ങനെ പഠിച്ച് കൂടുതൽ അറിവ് നേടിയ ആളുകളാണ് ആരെ കൂടുതൽ ഭയപ്പെടുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഖശിയത്ത്, ഖുശൂഉം, അതായത് ഭയഭക്തിയും അറിവും തമ്മിൽ അത്രയ്ക്ക് ബന്ധമുണ്ട്. അറിവിന്റെ പ്രാധാന്യം പറയുമ്പോഴേക്കും പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു ആയത്താണിത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ ആരാണ്? അവന്റെ അടിമകളിൽപ്പെട്ട ഉലമാക്കളാണ്. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു അസീസുൻ, ആരാണ്? പ്രതാപശാലിയാണ്, എല്ലാത്തിനെയും ജയിച്ചവൻ. ഗഫൂറുൻ, അതുപോലെ തന്നെ എല്ലാം പൊറുക്കുന്നവനുമാണ്. അപ്പൊ ഇത്ര സംവിധാനങ്ങളൊക്കെ ചെയ്ത അള്ളാഹു അസീസാണ്, പ്രതാപശാലിയാണ്, എല്ലാത്തിനും അതിജയിച്ചവനാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ അതിജയിച്ച അസീസായ റബ്ബ് ഗഫൂറുമാണ്. എത്രയ്ക്ക് പാപം ചെയ്തിട്ട് അവനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ ആ പാപം വിട്ടുകൊടുത്തു മാപ്പാക്കി തരുന്നവനുമാണ്. അപ്പൊ ഇവിടെ അൽ ഉലമാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉലമാ എന്ന് പറഞ്ഞാൽ അറിവ് നേടിയവർ എന്നാണ് മൊത്തത്തിൽ അർത്ഥം. ഏത് അറിവുള്ളവരെ ഉലമാ എന്ന് പറയും. പക്ഷേ ഇവിടെ ഭൗതികമായ അറിവ് നേടുന്നതിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉലമാക്കളല്ല അള്ളാഹുവിനെ. കാരണം ശാസ്ത്രജ്ഞന്മാരൊക്കെയാണോ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്? സാധാരണ ശാസ്ത്രജ്ഞന്മാരധികവും ആരാണ്? ഭൗതികവാദികളും ദൈവനിഷേധികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തൊക്കെ എന്തെങ്കിലൊക്കെയും ചെറിയൊരു ശാസ്ത്രം അറിയാവുന്ന അവനോട് തന്നെ എന്ത് പറയും? അല്ല, അത് തന്നെ ഉണ്ടായതാ, അല്ലെ? അങ്ങനെ പറയും. അപ്പൊ സത്യത്തില് തിരിച്ചറിയേണ്ട, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ അസ്മാഉകളും തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ ആ റബ്ബ് ഖാലിക്കും റബ്ബുമാണ്, അള്ളാഹുവാണ് എൻ്റെ ഖാലിക്കും റബ്ബും, എന്നെ സംരക്ഷിക്കുന്നവനും എന്നെ വളർത്തുന്നവനും എന്നെ മുന്നോട്ട് നയിക്കുന്നവനും എല്ലാം അള്ളാഹുവാണെന്ന് തിരിച്ചറിയുന്ന അറിവിനെ കുറിച്ചാണ് അൽ ഉലമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? എവിടുന്ന കിട്ടേണ്ടത്? അപ്പൊ അള്ളാഹിനെ കുറിച്ച് അറിയണമെങ്കിൽ എവിടെ നിന്ന് അറിയണം? ഖുർആനിൽ അറിയണം. വേറെ ഏതെങ്കിലും സംവിധാനത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ കഴിയില്ല. കാരണം മറ്റുള്ളവർ വ്യത്യസ്ത വീക്ഷണക്കാരാണ്. ദൈവത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ പറയും ഈസാ നബിയാണ് ദൈവം, ദൈവത്തിന്റെ അവതാരമായിട്ട് വന്നിരിക്കുന്നത്. മറ്റു ചിലർ പറയും കൃഷ്ണനാണെന്ന് പറയും. ചിലർ പറയും ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാന്റെ മകനായിട്ട് ഉസൈറിനെ പരിചയപ്പെടുത്തുന്ന ജൂതന്മാർ. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യർ. അവിടെയെല്ലാം റബ്ബിനെ തിരിച്ചറിയണമെങ്കിൽ, അള്ളാഹുവിനെ തിരിച്ചറിയണമെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കൽ എന്താ നിർബന്ധ ബാധ്യതയാണ്. നിർബന്ധ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിക്കൽ, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. കാരണം അള്ളാഹു പറയുന്നത് നമ്മുടെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞവനിൽ നിന്ന് വിട്ടുകളഞ്ഞേക്കുക, അവനെ വിട്ടുപോയേക്കുക, അവനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാരണം എന്താ? അവന്റെ ലക്ഷ്യം എന്താണ്? ഈ ദുന്യാവിന്റെ മബലകാണ്. അവന്റെ ഏതറിവും എന്തുമായിട്ട് യോജിച്ചായിരിക്കും? ദുന്യാവായിട്ട്. ഇനി നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ ആ ജീവിതം ഒന്ന് തട്ടിച്ചു നോക്കുക. എന്താണ് ഈ ആയത്തുമായിട്ട് മുസ്ലിം സമൂഹത്തിനുള്ളത്? കാരണം ഇന്നമാ യഖ്ശല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅലമഹും ബില്ലാഹ്, അള്ളാഹുവാണ്, ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും, അവരുടെ ഇടയിൽ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ. അതുപോലെ തന്നെ അവനെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഭയഭക്തിയോടുകൂടി റബ്ബിനെ
മനസ്സിലാക്കുന്നതും റബ്ബിനോട് ഭയഭക്തി പുലർത്തുന്നതും ഞാനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ അറിവും ഖശിയത്തും തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി അറിയുന്നവരാരാണ്? അള്ളാഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തിയതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൂക്ഷ്മതയിൽ വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിഷേധതരം വന്നു, കുഫ്രിയത്ത് വന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നു. അള്ളാഹുവിനെ അറിയൽ അത്രയ്ക്ക് ബാധ്യതയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലലഹിത്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളമായിട്ട് കരയുമായിരുന്നു. അത്രയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാം, അള്ളാഹുവിന്റെ സിസ്റ്റങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ഹിസാബിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അതുകൊണ്ട് ഭയപ്പെട്ടത്. തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞുകൊണ്ട് അറിവും ഭയഭക്തിയും തമ്മിൽ അത്രയ്ക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കൽ നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ആ ഉജൂദിയത്ത്, റബ്ബിന്റെ ആ ഉണ്മയെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ റബ്ബിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ റുബൂബിയത്തിനെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം റബ്ബുമായി ബന്ധപ്പെട്ട അറിവാണ്. ആ അറിവ് നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബ്ബിലേക്കുള്ള ഇബാദായിട്ട്, ഇബാദത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ രീതിയിൽ റബ്ബിനെ പഠിക്കുമ്പോൾ, റബ്ബിന്റെ ഉലൂഹിയത്ത് പഠിക്കുമ്പോൾ കൂടെ റുബൂബിയത്തും തൗഹീദ് വൽ അസ്മാ വ സിഫാത്തും പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ റബ്ബിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർ, ഇന്നമാ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് ഭയപ്പെടുന്നവർ അവർ മിൻ ഇബാദിഹിൽ ഉലമാ, അത് അവന്റെ അടിമകളിൽപ്പെട്ട ഉലമാക്കളാണ് എന്ന് അള്ളാഹു പറയുന്നത്. ഇനി അക്കൂട്ടർ ഓതിക്കോട്ടെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഇന്നല്ലദീന, ഒരു കൂട്ടം ആളുകൾ, അവരെന്താണ്? ആ കൂട്ടം ആളുകൾ യത്ലൂന, എന്താ തിലാവത്ത്? പാരായണം അല്ലെ? യത്ലൂന, അവർ പാരായണം ചെയ്യുന്നു, ഓതുന്നു. കിതാബ് അല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ, ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നു. വ അഖാമുസ്സലാത്ത, പിന്നെന്ത് ചെയ്യുന്നു? നമസ്കാരം നിലനിർത്തുന്നു. വ അൻഫഖൂ, അവർ ചിലവഴിക്കുന്നു. മിമ്മാ റസഖ്നാഹും, എത്ര നാളായില്ല നമ്മൾ ആ ഒരു വാക്ക് പഠിച്ചു തുടങ്ങിയിട്ട്. നാം അവർക്ക് നൽകിയതിൽ നിന്നും, അതാണ് ശരിക്കും റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നു. സിർറൻ, എന്താ സിർറൻ? രഹസ്യമായിട്ട്. അസ്റർത്തു അഅലൻതു എന്നൊക്കെ എപ്പോഴാ പറയണേ? തശഹുദിന്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ പറയണല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു. ഇവിടെ അസ്റർത്തു അഅലൻതു ഒക്കെ പറഞ്ഞാൽ ഈ സിർറൻ ട്ടോ. സിർറൻ രഹസ്യമായിട്ട്, വഅലാനിയതൻ പരസ്യമായിട്ടും. പിന്നെന്താണ്? യർജൂന, അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തിജാറത്തൻ, കച്ചവടത്തെ. ലൻ തബൂർ,
നഷ്ടം വരാത്ത കച്ചവടത്തെ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞതാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് ഭയപ്പെടുന്നത്. ഇനിയോ അക്കൂട്ടർ എങ്ങനെയാണ്? ഇന്നല്ലദീന യത്ലൂനൽ കിതാബ. അവർ വെറുതെ അങ്ങനെ ഭയപ്പെടുവല്ല. അതാ ഞാൻ പറഞ്ഞത് അതിന്റെ പ്രാധാന്യം. എന്താണ്? കിതാബിനെ അവർ ഓതുന്നു. തലായത്തിലു തിലാവത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഓതി വിടുക മാത്രമല്ല. ഇതിനെ പറയുന്ന ഈ മൂന്ന് ഈ യത്ലൂനയ്ക്ക് 3 തലങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. അതിൽ ഒന്ന് എന്താണ്? ഓതുക, ലിസാൻ കൊണ്ട്, നാവ് കൊണ്ട് ഓതുക, അക്കില് കൊണ്ട് ചിന്തിക്കുക, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, ഹൃദയത്തിൽ അത് സ്വാധീനം ഉണ്ടാക്കുക. ഇത് 3 ഉണ്ടാകുമ്പോഴാണ് തിലാവത്താകുന്നത്. അത് ആ വാക്കിന്റെ അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പൊ ഇന്നല്ലദീന യത്ലൂന, അവർ കിതാബിനെ തിലാവത്ത് ചെയ്യുന്നു, ഓതുന്നു. കേവലം പാരായണം മാത്രമല്ല, പാരായണം ചെയ്യും, അതിന് തർജുമ ബുദ്ധിയിലേക്ക് കൊടുക്കും, എന്നിട്ട് ചിന്തിച്ചിട്ടോ അത് വെച്ചിട്ട് ഹൃദയത്തിൽ തഅ്സീർ ഉണ്ടാക്കും, മാറ്റം ഉണ്ടാക്കും, ഹൃദയത്തിൽ മാറ്റം വരും. അങ്ങനെയുള്ള ആളുകളാണവർ കിതാബിനെ തിലാവത്ത് ചെയ്ത്. അപ്പൊ ഈ തിലാവത്ത് ചെയ്യുമ്പോൾ ആരൊക്കെ കുറിച്ച് ഓർമ്മ വരും? എന്തൊക്കെയാ പഠിക്കുന്നത്? അള്ളാഹിനെ കുറിച്ച് പഠിക്കും. അള്ളാഹുവിന്റെ ആയത്തുകളെ തൊട്ടു മുമ്പ് പറഞ്ഞ അലംതറ പറയുമ്പോഴൊക്കെ എന്താണ്? അങ്ങോട്ട് പോകും. കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ ഒരു ഫ്രൂട്ട്സ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അവന്റെ ചിന്ത എങ്ങോട്ടാ പോകുന്നത്? ഇത് എങ്ങനെ ഉണ്ടായെന്നുള്ള ചിന്ത. അത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? അത് കഴിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വരും. പിന്നെ അവന് റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും അങ്ങനെ പെട്ടുപോയാൽ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ മടങ്ങി വരും. അവിടെയാണ് ഈ കിതാബ് ഓതുന്ന മനുഷ്യർ, അവർ അഖാമുസ്സലാത്ത, എന്നിട്ട് അതുകൊണ്ട് എന്താ അവർക്ക് തഅ്സീർ ഉണ്ടായത്, സ്വാധീനം ഉണ്ടായത്? എന്താ? നിസ്കാരം ഇഖാമത്തില്. വെറുതെ എപ്പോഴെങ്കിലും പോയി ഒന്ന് നിസ്കരിക്കല്ല. നിസ്കരിക്കേണ്ട സമയത്ത്, നിസ്കരിക്കേണ്ട രീതിയിൽ, എപ്പോഴാണോ നിസ്കരിക്കേണ്ടത്, ഏത് രീതിയിലാണോ നിസ്കരിക്കേണ്ടത്, ഏത് രീതിയിലാണോ അതിന്റെ പ്രായോഗിക രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്, ആ രീതിയിൽ നിസ്കാരത്തെ നിലനിർത്തും. ഇനിയോ വഅൻഫഖൂ, അവർക്ക് പിന്നെ കിട്ടിയതിൽ നിന്ന് ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വഅൻഫഖൂ, അവർ ചിലവഴിക്കും. മിമ്മാ റസഖ്നാഹും, എപ്പോ പറഞ്ഞാലും ഇത് എന്താന്നറിയാം, അള്ളാഹ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക. എന്താണ്? നിങ്ങളുടെ ഒന്നുമല്ല പൈസ. ഇഷ്ടംപോലെ ആളുകൾക്ക് പൈസ ഇല്ലാത്തവരുണ്ട്, പൈസ ഉള്ളവരുണ്ട്. ഉള്ളവർ വിചാരിക്കണ്ട, നിങ്ങളുടേതാണെന്ന് വിചാരിക്കണ്ട. റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും. ഈ ചിലവഴിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കണേണല്ലേ, ചിലവഴിക്കാൻ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ ധനത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം അള്ളാഹു പറയുന്നതാണ് നാം അവർക്ക് നൽകിയതിൽ നിന്നും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ചിലവഴിക്കാൻ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു വെക്കാനാണ് മനുഷ്യന്റെ ഇഷ്ടം. എന്താണ്? പിശാച് ഇങ്ങനെ എപ്പോഴും ബുഖ്ലു കൊണ്ട്, ഒരു ലുബ്ധത്തരം കൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഫക്ർ കൊണ്ട്, ദാരിദ്ര്യം. 100 രൂപ കൊടുത്തു പോയാൽ പോയിട്ടോ, 100 റിയാൽ കൊടുത്തു പോയാൽ പോയി, കിട്ടൂല കേട്ടോ. പോയില്ലേ, നിന്റെ പോയില്ലേ. 100 രൂപ ഉണ്ടെങ്കിലോ നിനക്ക് അടുത്ത സാധനം വാങ്ങിച്ച് വിറ്റ് 120 രൂപ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 110 റിയാല് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിനക്ക് വീട്ടില് സൗകര്യങ്ങൾ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് അവന്റെ ചിന്തയിൽ എന്താണ്? ഇതൊന്ന് ദാനധർമ്മം ചെയ്യാൻ കൊള്ളാന്നുണ്ടാവും. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് അപ്പുറത്തേക്ക് മാത്രം കൊച്ചു വിളിക്കും, ഇന്ന സാധനം വേണമെന്ന് പറയും. ഒരാവശ്യമില്ലാത്ത സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് പോകും. അവിടെയാണ് അള്ളാഹു ഓർമ്മപ്പെടുന്നു, നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക. അതേ ഇത് തന്നെയാണ് അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നു. സിർറൻ വഅലാനിയത്തൻ, രഹസ്യമായിട്ടും പരസ്യം. എന്ന് പറഞ്ഞിട്ട് എന്താ? അങ്ങനെ ഈ രഹസ്യമായി പോകുന്നു വിചാരിച്ചുകൊണ്ട് ചെലവഴിക്കാതിരിക്കുന്ന ഓ രഹസ്യമോ പറ്റില്ല, പരസ്യമാവും, കുഴപ്പമാവും. അങ്ങനെയല്ല, എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പൊ ചിലവഴിക്കുക.
ചിലപ്പോൾ പരസ്യമായിട്ടായിരിക്കും ചെലവഴിക്കേണ്ടത്. അള്ളാന്റെ മാർഗത്തിൽ പറയാൻ പറ്റൂല. ഒരാളിവിടെ വരുന്നു, ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി പിരിവ് ചോദിക്കുന്നു, ആ സമയത്ത് പരസ്യമായിട്ട് ചെയ്യണം. അല്ല രഹസ്യമാകട്ടെ, സമയമാകട്ടെ എന്നൊക്കെ കൊണ്ട് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ ചെലവഴിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ സിറമാലാനിയച്ചൻ എപ്പോഴും ഉണ്ട്. ഈ നല്ലവരായ മുത്തക്കീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെയൊക്കെ ഗുണം പറയുമ്പോൾ അവർ രഹസ്യം പരസ്യമായിട്ടൊക്കെ ചിലവഴിക്കുന്നതല്ല, രഹസ്യമായിട്ട് പറയാം. പക്ഷെ രഹസ്യമായ സദഖയാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണല് കിട്ടുന്ന ഒരു കൂട്ടം ആളുകൾ ആരാണ്? വലത് കൈ കൊടുത്തത്. അത്രയ്ക്ക് രഹസ്യമാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ടും ചെയ്യാൻ പറ്റുവാണെങ്കിൽ പരസ്യമായിട്ടും ചെയ്യണം. ചില സമയത്ത് പരസ്യമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകണം. ആദ്യമായിട്ട് നൽകിക്കൊണ്ട് മറ്റുള്ളവർ അതിന്റെ കൂടെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വയർജൂന അലാനിയത്തിൽ പരസ്യമായിട്ടും യർജൂന, പിന്നെന്താണ്? അവരെന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. എന്തിനാ? തിജാറത്തൻ. അത് മാത്രം നമുക്കുണ്ട്. കച്ചവടം, കച്ചവടത്തെ ആഗ്രഹിക്കണ്ടേ. എങ്ങനത്തെ? ലൻതബൂർ. എങ്ങനത്തെ കച്ചവടം? നഷ്ടം വരില്ല. ഇത് നോക്കല്ലേ, ഈ കാര്യത്തിൽ നമ്മള് വല്ലാത്ത അല്ലെ, എല്ലാവരുടെയും മനസ്സിലില്ലേ എന്തെങ്കിലൊക്കെ ബിസിനസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ കിടക്കെ ഇങ്ങനെ മുന്നിലേക്ക് കയറി ഒരു യൂസുഫ് അലിയൊക്കെ അല്ലെ, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും മനസ്സിലുണ്ടാവും അല്ലെ. ആരെങ്കിലും പ്രത്യേകിച്ച് ഇപ്പൊ ഓരോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ബ്ലോഗർമാരുടെ ഇന്നാള് ഇന്നതായി, അപ്പറയായി, ഇപ്പറയായി, ചെറുപ്പത്തില് പുറപ്പെട്ടു പോയിട്ട് തിരിച്ചു വന്നപ്പോ എങ്ങനെയാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കും നഷ്ടം വരാത്ത കച്ചവടത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരാഗ്രഹിക്കുന്ന കച്ചവടം അതല്ല. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. മറ്റേത് കച്ചവടം എന്ത് ചെയ്യാം? എപ്പോഴും നഷ്ടം വരാം. കാരണം എന്താ? കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മരിച്ചു പോയാലും അയാളുടെ അടുത്ത് നഷ്ടപ്പെട്ടു തീർന്നില്ലേ അല്ലെ. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവൻ മരിച്ചു പോയാൽ അവന്റെ കോടികളല്ലേ ആർക്കാ പോകുന്നത്? അടുത്ത അവകാശികൾക്ക്, ആർക്കെങ്കിലും, മക്കളില്ലെങ്കിൽ മറ്റാർക്കോ ഒഴിവാക്കിയിട്ട് ഒന്നുമില്ലാതെ പോകുന്ന മനുഷ്യർ. അപ്പൊ നഷ്ടം വരുന്ന ലോകത്തെ കച്ചവടം മൊത്തം, അതായത് ദുനിയാവിലെ കച്ചവടം മൊത്തം എന്താണ്? നഷ്ടക്കച്ചവടം അല്ലെ. ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും നഷ്ടം വരും അല്ലെ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് ഒരു ഭൂകമ്പം ഉണ്ടായില്ലേ, മനുഷ്യന്മാരുടെ ആയിരിക്കും അല്ലെ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വളരെ ഇതാണ്, ഒരു നിമിഷം ഒന്ന് കുലുങ്ങി തീർന്നു. എത്രയോ കച്ചവടങ്ങളാണ് നഷ്ടത്തിൽ പോയത്, എത്രയോ. ഇപ്പൊ അടുത്തിടെ അല്ലെ ഉത്തരാഖണ്ഡിൽ, ജമ്മു കാശ്മീരിൽ ഒക്കെ ഒരു നിമിഷത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദുന്യാവിലെ കച്ചവടം. ആ ദുന്യാവിലെ കച്ചവടമല്ല ആര് കണക്കൂട്ടുന്നത്? ഈ പറഞ്ഞ ആളുകള് കണക്കൂട്ടുന്നത്. ലാ യർജൂന തിജാറത്തൻ ലാ തബൂർ. ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്തൊരു കച്ചവടം. എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കച്ചവടത്തെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ അള്ളാഹ് പറഞ്ഞേക്കണത്? എന്താ പറയണ? അങ്ങനെ ഒരു കച്ചവടം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ? അവരിൽ നിന്നും അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരങ്ങളെയും നാം വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അന്നലഹും, എന്താണ്? ജന്ന, സ്വർഗം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ്, ആ കച്ചവടമാണിത്. അലാദുല്ലുക്കും തിജാറത്തൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം. കേട്ടിട്ടില്ലേ? തുഅ്മിനൂന ബില്ലാഹി. ആ കച്ചവടത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നഷ്ടം വരാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കച്ചവടം നഷ്ടം വരില്ല. എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ച്, റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത്, സ്വന്തം ശരീരവും സ്വന്തം ധനവും റബ്ബിന്റെ മാർഗത്തിലേക്ക് വിറ്റഴിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? കച്ചവടം ചെയ്തേക്കുക. പരലോകത്ത് എന്താ അവനാണ് എന്തുള്ളത്? അവന് സ്വർഗമാണുള്ളത്. ആ രീതിയിൽ അള്ളാഹു പറയാണ്, ഓതിക്കോട്ടെ, ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ليوفيهم, അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്യും. വഫാത്ത് മരിച്ചു പൂർത്തിയായിട്ട് കടന്നോനാണ്. ലിയഫ്യഹും, അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതിന് വേണ്ടി. ഉജൂറഹും, എന്താണ്? അജ്ർ, പ്രതിഫലം. അവരുടെ പ്രതിഫലങ്ങളെ അവർക്ക്
പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും വയസീദുഹും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, സാദ യസീദു, അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും, മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്. അപ്പൊ ആ കച്ചവടമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും. വയസീദുഹും മിൻ ഫദ്ലിഹി, അവന്റെ ഫദ്ലിൽ നിന്നും, അവന്റെ ഔദാര്യത്തിൽ നിന്നും, അവന്റെ റഹ്മത്തിനെ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നഹു, തീർച്ചയായിട്ടും അവൻ, അല്ലാഹു, ഗഫൂറുൻ, എല്ലാം പൊറുക്കുന്നവനുമാണ്, ഷക്കൂറുൻ, നന്ദിയുള്ളവനാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ നമുക്ക് എന്ന് പറഞ്ഞ്? യത്ലൂനൽ കിതാബ, കിതാബിനെ ഓതണം. ഓതുക തലായത്തിലൂന്നതിന്റെ അർത്ഥം ഓതണം, ചിന്തിക്കണം, ഹൃദയം കൊണ്ട് അതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ. വഅഖാമുസ്സലാ, അതിന്റെ സ്വാധീനത്താൽ നമസ്കാരം നിലനിർത്തണം. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലേ, അതിന്റെ പ്രാധാന്യമൊക്കെ രാവിലെ തന്നെ മലക്കുകൾ ഇറങ്ങിയിട്ട് പറയൂലേ, ചിലവഴിക്കുന്നവർക്ക് കൊടുക്കാനും തടഞ്ഞു വെക്കുന്നവർക്ക് പിടിച്ചു, അല്ലേ, ഒക്കെ പറയുമെന്ന് പറഞ്ഞിട്ടില്ലേ. എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് കൊടുക്കാൻ സൗഭാഗ്യം കിട്ടുന്നവരായിരിക്കണം. ആരെങ്കിലും കണ്ടിട്ട് 10 റിയാല് ഒന്ന് കൊടുക്കാൻ സൗഭാഗ്യം കിട്ടുന്നവരായിരിക്കണം നമ്മൾ. അത് വല്ലാത്തൊരു ഭാഗ്യം അത്. അപ്പൊ അങ്ങനെ ചിലവഴിക്കുന്നവർ. നീയോ വെർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെ കുറിച്ച് ആഗ്രഹമുള്ള, അതിനെ ആഗ്രഹിക്കുന്നവർ, ഒരിക്കലും നഷ്ടം വരാത്ത സ്വർഗം കിട്ടുമെന്നുള്ള ആ ഒരാഗ്രഹമുള്ളവരായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ലിയുഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അവരുടെ പ്രതിഫലങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുകയും വയസീദഹും ഫീ മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്നും അവൻ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അവൻ എല്ലാം പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. والذي أوحينا എന്താണ്? വല്ലദി ഔഹൈന ഇലൈക, നിന്നിലേക്ക് നാം വഹ്യ് നൽകിയിരിക്കുന്നു. മിനൽ കിതാബി, ഈ വേദഗ്രന്ഥം, കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം, ഖുർആനിൽ നിന്നും. ഹുവൽ ഹഖ്, അതാണെന്ത്? അതാണ് സത്യം. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഖുർആൻ അല്ലാതെ മറ്റ് സത്യം ഇല്ല, വേറെ ഒന്നുമില്ല. ഈ പറയുന്ന ആ ഖുർആനാണ് സത്യം. അതെന്താണ്? മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നു. ലിമാ ബൈന യദൈഹി, അതിന്റെ മുന്നിലുള്ള, യദൈഹി തന്നെ എന്താണ്? ബൈന യദൈഹി, മുന്നിൽ, അല്ലെ? മുന്നിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുൻപ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണത്. അതാണ് സത്യം, അതാണ് സത്യം. വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഖുർആനാണ് സത്യം. നിന്നിലേക്ക് നാം വഹിയ, ആ ഗ്രന്ഥത്തിൽ നിന്നും നിന്നിലേക്ക് വഹിയ നൽകിയതാണ് സത്യം. അത് മുൻപ് കഴിഞ്ഞതിനെ സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്നതുമാണ്. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു ബിഇബാദിഹി, അവന്റെ അടിമകളെ കൊണ്ട് ഖബീറുൻ ബസീർ, ഖബീറുൻ ബസീർ, എല്ലാം സൂക്ഷ്മമായിട്ട് അറിയുന്നവനും കാണുന്നവനാണ്. കൃത്യമായിട്ട് എല്ലാവരെ കുറിച്ചും അടിമകളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നോക്കിക്കോട്ടോ. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات
ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ആ കിതാബിനെ സുമ്മ ഔറസ്ന നാം എന്ത് ചെയ്തിരിക്കുന്നു? അനന്തരാവകാശം കൊടുത്തിരിക്കുന്നു. അൽ കിതാബ എന്തിന്? ഈ ഖുർആനെ. അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക്. ആരാ അവര്? നമ്മളിട്ടാ. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം എന്ത് ചെയ്തിരിക്കുന്നു? ഔറസ്ന, അതിനെ അനന്തരാവകാശമായി ആ കിതാബിനെ നൽകിയിരിക്കുന്നു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അതിൽ എന്തുണ്ട്? സ്വന്തം തോടെ അക്രമം പ്രവർത്തിച്ച ആളുകളുണ്ട് അവരിൽ. വമിൻഹും മുഖ്തസിദുൻ, മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. വല്ലാതെ അങ്ങോട്ട് പിടിവിട്ട് അള്ളാനെ ധിക്കരിച്ചു പോവില്ല, എന്നാ വല്ലാതെ അങ്ങോട്ട് തഖ്വയോട് കൂടിയിട്ട് ഇങ്ങനെ പൂർണ്ണമായിട്ടല്ല എല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്ന ആ ഒരു രീതിയല്ല. ഒരു മിതത്തിൽ അങ്ങോട്ട് ഒപ്പിച്ചു പോണ ഒരാളുകളുണ്ടല്ലോ നമ്മളൊക്കെ, അല്ലെ? ആണോ? അല്ല, ഞാൻ അടുത്ത് വന്നെന്നാ. വമിൻഹും, അവരിലുണ്ട്, സാബിക്കും ബിൽ ഖൈറാത്തി ബിഇസ്നില്ലാഹ്, അള്ളാന്റെ പ്രത്യേകമായ അനുവാദത്തോടു കൂടി നന്മയിൽ മുന്നേറുന്നവരുണ്ട്. അപ്പൊ എത്ര വിഭാഗമുണ്ട്? 3 വിഭാഗം. അക്രമം ചെയ്ത് സ്വന്തത്തോട് അക്രമമൊക്കെ ചെയ്ത് ഒരു ഇസ്തിഗ്ഫാറൊക്കെ തേടി അങ്ങോട്ട് പോകുന്ന ആളുകള്. മിൻഹും മുഖ്തസിദുൻ, ഒരല്പം മധ്യമ നിലപാടിൽ പോകുന്ന ആളുകള്. കൂടുതൽ നന്മയൊന്നും ചെയ്യാനുള്ള അത്യാവശ്യം നിർബന്ധ ബാധ്യതയൊക്കെ വീട്ടി മോശപ്പെട്ട ആ തിന്മകൾ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്ന ആളുകള്. വമിൻഹും സാബിക്കും ബിൽ ഖൈറാത്തി, നന്മകളിൽ മുന്നേറുന്ന മനുഷ്യന്മാരുണ്ട്. ബിഇദ്നില്ല, അള്ളാന്റെ പ്രത്യേകമായ അനുമതിയോട് കൂടിയിട്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഏത്? അവസാനം പറഞ്ഞ ആ ഒരു നന്മയിൽ മുന്നിട്ട് പോവുക, ആ ഒരു തലത്തിലേക്ക് എത്തണമെന്നാണ് ആവശ്യം. എന്തുകൊണ്ടാണ് ആവശ്യം ഇങ്ങനെ ആയിരിക്കുന്നത്? ഈ കിതാബിന് എന്ത് ചെയ്തിരിക്കുന്നു? ഔറസ്ന, നാം അനന്തരാവകാശം കൊടുത്തു. നമ്മളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? കുന്തും ഒന്ന് ഉറക്കെ പറ. ആയത്തൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മളെ കുറിച്ചാ പറഞ്ഞേക്കണത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അല്ലേ? അങ്ങനെയുള്ള മനുഷ്യന്മാരാ നമ്മള്. അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു, എന്താ? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിട്ടുണ്ട്. എന്തിനാ? ലിതകൂനു ശുഹദാഅ അലന്നാസ്, സാക്ഷിയാണ് കേട്ടോ. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ജനങ്ങൾക്ക് സാക്ഷിയായിരിക്കണമെന്ന് ഈ ഖുർആൻ പഠിക്കുന്നവര്. നമുക്ക് അനന്തരാവകാശം തെരഞ്ഞെടുത്ത് റബ്ബ് തന്നേക്കണയാ. ഇസ്തഫൈന, നാം തെരഞ്ഞെടുത്തു. മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് എന്ത് നൽകിയിട്ടുണ്ട്? ഔറസ്ന അൽ കിതാബ്, ഈ ഖുർആന്റെ അനന്തരാവകാശം നൽകിയിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. റസൂലാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷിയായിട്ട്, നമുക്ക് സാക്ഷിയായിട്ട് ആരുണ്ട്? ഈ ഖുർആൻ പ്രായോഗികവൽക്കരിച്ച് നമുക്ക് കാണിച്ചു തന്നേക്കണ ആരുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരാണ്? ജനങ്ങൾക്ക് മുന്നിൽ സാക്ഷിയാകേണ്ടവരാണ്. നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുക, അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി നൽകാൻ പോകുന്നത് ജന്നാത്തു അദ്നിൻ. ഓതിക്കോട്ടോ, അതുകൂടിയാണ് തീർക്കാം. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. جنات عدن എന്തുണ്ട്?
ശാശ്വതമായ തോട്ടങ്ങളുണ്ട്, ശാശ്വതവാസത്തിന്റെ തോട്ടങ്ങളുണ്ട് അവർക്ക്. യദ്ഖുലൂനഹ, അതിലവർ പ്രവേശിപ്പിക്കപ്പെടും. യുഹല്ലൗന ഫീഹ, ആ തോട്ടത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ. യുഹല്ലൗന ഫീഹ, അവർക്ക് അണിയാൻ നൽകും, അല്ലെങ്കിൽ അണിയിപ്പിക്കും. മിൻ അസാവിറ മിൻ ദഹബിൻ, എന്താണ്? സ്വർണത്തിന്റെ വളകൾ. വലുഅൻ, മുത്തുകളും. വലിബാസുഹും, അവരുടെ ഡ്രസ്, വസ്ത്രം. മിൻ ഹരീർ, ഫീഹ ഹരീർ, എന്തായിരിക്കും? പട്ടുവസ്ത്രങ്ങളായിരിക്കും. അപ്പൊ ഇവർക്കുള്ള എന്താണ് പ്രതിഫലം? നമുക്കുള്ള പ്രതിഫലം അള്ളാഹു പറയാണ്. നമ്മൾ ആരാണ്? ഔറസ്നുൽ കിതാബിനെ എന്ത് ചെയ്തേക്കണേണ്? അനന്തരാവകാശം എടുത്തേക്കണേണല്ലോ. നമുക്ക് സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. ഖുർആൻ പഠിക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല കേട്ടോ. മക്കളെ പഠിപ്പിക്കണം കേട്ടോ. മക്കളൊക്കെ ആയിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പോണ്ടേ? എന്നിട്ട് നമ്മളെങ്ങനെ ഇതൊക്കെ മനയിപ്പിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം നൽകി റബ്ബിന്റെ ആ തർബിയത്ത്, റബ്ബിന്റെ തൃപ്തിയുള്ള മുഖം കണ്ടുകൊണ്ട് രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്വപ്നം കാണണം. അതിനു വേണ്ടി പ്രവർത്തിക്കണം. തിജാറത്തൻ യർജൂന തിജാറത്തൻ ലാ തബൂർ, നഷ്ടമില്ലാത്ത ആ കച്ചവടത്തെ കുറിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ കച്ചവടത്തെ കുറിച്ചല്ല, നഷ്ടം വന്നു പോകുന്ന കച്ചവടത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. യദ്ഖുലൂനഹ, അവരെ അതിൽ പ്രവേശിപ്പിക്കും. അതുപോലെ തന്നെ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, അവർക്ക് മുത്തുകളും അത് സ്വർണത്തിന്റെ വളകളും അവരെ ധരിപ്പിക്കും. വലിബാസുഹും ഫീഹാ ഹരീർ, അവർക്കുള്ള ഡ്രസ് എന്തായിരിക്കും? അവിടെ പട്ടായിരിക്കും. വഖാലു, അപ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാണ് അല്ലദീ, ഒരുത്തനാണ് സ്തുതി, അല്ലാഹുവിനാണ് സ്തുതി. അവൻ ആരാണ്? അദ്ഹബ അന്നൽ ഹസൻ, എല്ലാ ദുഃഖങ്ങളും എന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും നീക്കിക്കളഞ്ഞ, അദ്ഹബ നീക്കിക്കളഞ്ഞ, അന്നൽ ഹസൻ ഞങ്ങളിൽ നിന്നും നീക്കിക്കളഞ്ഞ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇന്ന റബ്ബനാ, ഞങ്ങളുടെ റബ്ബാണ് ആരാണ്? ലഗഫൂറുൻ ശക്കൂർ, എത്രയോ പാപങ്ങൾ ചെയ്തു പോയിട്ടും ഈ ഒരു ഗ്രന്ഥം അത് അനന്തരാവകാശമായി സ്വീകരിച്ചതിന്റെ പേരിൽ പുറത്തു തന്ന റബ്ബാണ്. അതിന്റെ നന്ദി റബ്ബ് ഞങ്ങളോട് കാണിച്ചു എന്ന് അവിടെ പറയുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെ പറയും. കാരണം അത്രയ്ക്ക് പാപം ചെയ്തിട്ടും ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, ധരിപ്പിച്ചു, കുടിപ്പിച്ചു, തീറ്റിപ്പിച്ചു. അവിടെ റബ്ബിന്റെ ആ തർലിയത്ത്, റബ്ബിന്റെ തൃപ്തിയും റബ്ബിന്റെ ഔദാര്യവും നൽകിക്കൊണ്ട് റബ്ബിങ്ങനെ നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും അവൻ. വഖാലു അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ എന്ന് അവൻ പറഞ്ഞു പോകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.